ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രീറ്റ് ആൻഡ് ട്രൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ KFC ബക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടാണ്. എന്നാൽ ഒട്ടും വെയിറ്റ് ഉണ്ടാവും, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിഞ്ഞ ഒരു KFC ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് താഴത്തെ ഭാഗം ഒന്ന് അളന്ന് വിടുന്നുണ്ട്. എന്നിട്ട് അതെന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴേന്ന് മുകളിലോട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ഒന്ന് അളന്ന് വിടുക. എന്നിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിവിടെ അളന്ന് എടുത്തേക്കുന്നത്. ഇനി ഞാൻ ആ മുകളിലത്തെ ഭാഗം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അളന്ന് വിട്ട ഭാഗമല്ലേ, അപ്പോൾ അത് വിട്ടിട്ട് അത് വരെയുള്ള ഭാഗം ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ഈക്വലായിട്ട് നമ്മുടെ KFC ബക്കറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പീസസില്ലേ, അതിനെ നമ്മൾ പതിയെ പതിയെ മടക്കി താഴത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് തോന്നിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എല്ലാ പീസസും ഇതേപോലെ താഴേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ പീസസിലും നമ്മുടെ ഇതളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരച്ച് വെട്ടുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം ഞാനിതുപോലെ വരച്ച് ഓരോ ഇതളും നല്ല ഭംഗിയായിട്ട് വെട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ പീസസും ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടാൽ ആരും പറയത്തില്ല ഇത് നമ്മുടെ KFC ബക്കറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ആണെന്ന്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടു, ഈ ഒരു രീതിയിൽ ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതളുകളിൽ ഞാൻ റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഇതളിലും ഈ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സൂര്യകാന്തി പൂവിൻ്റെ കളറാണ് ഞാനിവിടെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ ഇതളിലും ഞാനിതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിൻ്റെ പുറം വശം കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറം വശത്ത് ഞാൻ ആ വട്ടത്തിൽ ഗ്രീൻ കളർ പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അതായത് ആ പൂവിൻ്റെ ആ ബാക്ക് ഭാഗം നമുക്കൊരു ഗ്രീൻ കളറിലെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതളുകളിൽ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വോളിലൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്ക് അതൊരു വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ഒരു ഫോട്ടോയും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫ്ലവറായിട്ട് തന്നെ നമുക്ക് വാളിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ആ ചുറ്റുപാടുമുള്ള ആ ഒരു എംറ്റി സ്പേസ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഗ്ലിറ്റർ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്ലിറ്റർ പൗഡർ നമ്മുടെ ഇതളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് ഇതളിലോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലിറ്റർ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഇഷ്ടമില്ല എങ്കിൽ അങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതി. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു നല്ലൊരു ഭംഗിയായിരിക്കും നമ്മൾ വാളിലൊക്കെ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു ഇതളിലെല്ലാം ചെറുതായിട്ടൊന്ന് ഗ്ലിറ്റർ പൗഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാനിത് വാളിലൊന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ 2 ലീഫും കുറച്ച് സ്വേൾസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വേൾസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഫ്രെയിം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ വണക്കം, ബൈ ബൈ.